ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മളിന്ന് വന്നേക്കുന്നത്. ലലാൻ ടു പ്രകാശ് സെക്കൻഡ് പാർട്ട് ഗൈസ്. അപ്പോൾ നമ്മളെ വണ്ടി ഇതേ ഇവിടെ, നമ്മളെ ചെറുക്കൻ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതോടെ വണ്ടി വെച്ചേക്കുവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പ്രകാശിലോട്ടേക്ക് പോകുന്ന വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കണത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എന്താക്കാം, പ്രകാശിലോട്ടേക്ക് പോകുന്ന വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്, ചേസിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. നമ്മൾ നേരെ പ്രകാശിലോട്ടേക്ക് പോകുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് പോകാണ്ട് ഗൈസ് പ്രകാശിലോട്ടേക്ക്. നമുക്ക് റോഡ് വിശേഷങ്ങളെല്ലാം ആക്കിയിട്ട് നമുക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മളിതേ ചേസ് ഇറക്കിയേക്കുവാണ്. നമ്മളിതേ പ്രകാശിന് കുറച്ച് തൊട്ടിപ്പുറത്തുനിന്നായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഗ്യാരേജിൽ നിന്ന് പ്രകാശിലോട്ട് അത്യാവശ്യം കുറച്ച് ലോങ് ഉണ്ട്. അപ്പോൾ നമുക്ക് ലോങ് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതില്ലായിട്ടാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ പ്രകാശിൻ്റെ അടുത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ പ്രകാശിലോട്ടേക്ക് നല്ലോണം ചേസ് എടുത്ത് പോകുന്നുണ്ട് ഗൈസ്. പ്രകാശ് എന്ന് പറഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ ഗൈസ് 2 മാസം വേണം നമ്മുടെ ചേസ് ഒന്ന് ബോഡിയെല്ലാം കെട്ടി വരാൻ വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ചേസ് ഒന്ന് ഇതേ സൂക്ഷിച്ച് പോകാം ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ പ്രകാശ് പിടിക്കുക ഗൈസ്. ഇതെന്താണ് വരുന്നത് ഗൈസ്, നമ്മളെ കൊല്ലി വരെ KSRTC എല്ലാം ചീറപ്പാഞ്ഞ് പോവുകയെന്ന് ഗൈസ്. അപ്പം നമ്മളതൊന്നും മൈൻഡ് ആക്കണ്ട. നമ്മളെ ലക്ഷ്യം എന്ന് വെച്ചാൽ പ്രകാശ് ബോഡി ബിൽഡ്, അതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം. നമ്മൾ വേറെ ഒന്നും മൈൻഡ് ആക്കരുത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പ്രകാശത്തെ ഇവിടെ എത്താനായി ഗൈസ്. നമ്മൾ നേരെ പ്രകാശിലോട്ടേക്കാണ്, വേറെ എവിടെയും കയറുന്നില്ല. അപ്പോൾ അടുത്തെത്താനായി ഗൈസ്. ബസ്സിൻ്റെ മുമ്പിൽ ചീറിപ്പായുന്നുണ്ട് ഗൈസ്. ഇതെന്താണ് ബസ് അടിച്ച് ഗൈസ്, ഇതെന്താണ് ഇവർ വെക്കുന്നതാണോ ഗൈസ്? നമുക്കതൊന്നും മൈൻഡാക്കണ്ട ഗൈസ്. നമുക്ക് നേരെ പോവാം ഗൈസ്. ഇതേ ഇവിടെ എത്തി. നമ്മളെ ആ പോസ്റ്റർ ഉണ്ടോ, മെയിനായിട്ട് പോസ്റ്ററിൻ്റെ അവിടുന്ന് ലെഫ്റ്റാണെന്നാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം ഗൈസ്. ആ ട്രാഫിക്കിൻ്റെ അടുത്ത് നിന്ന് ലെഫ്റ്റേക്കുള്ള വഴിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് കയറ്റാം. പ്രകാശിൻ്റെ മുമ്പിൽ നമ്മളിത് എത്തിയേക്കാണ് ഗൈസ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ പുതിയ പ്രകാശമാണ് ഗൈസ്, ഓൾഡ് പ്രകാശമല്ല. ഇത് പുതിയതായിട്ട് വന്ന പ്രകാശമാണ്. അപ്പോൾ നമ്മളിവിടെയാണ് നമ്മളെ ചെറുക്കനെ ഇറക്കാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് വെച്ച് നോക്കാം ഒന്ന്. ബസ് നമ്മുടെ ചേസ് ഒന്ന് ഫുള്ളൊന്ന് കണ്ടേക്കാം ഗൈസ്. നമ്മളോട് ഇവിടെ വെക്കാനല്ല പറഞ്ഞത്, നമ്മളൊന്ന് ജസ്റ്റ് ചേസ് ഒന്നും കൂടി ഇറങ്ങി ഒന്ന് ചുറ്റും കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. ഇതേ ഗൈസ് നമ്മുടെ ചെറുക്കൻ എന്ത് ലുക്കായിട്ടല്ല ഇവിടെ കിടക്കണേ. അപ്പോൾ നമ്മുടെ ചെറുക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതേ ഒന്ന് ചുറ്റൊന്ന് കാണിച്ചേക്കാം ഗൈസ്. നമ്മൾ ഇന്നലെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. നമ്മളോട് അങ്ങോട്ടേക്കാണ് ചേസ് വെക്കാൻ പറഞ്ഞേക്കുന്നത്, ഇതേ അങ്ങോട്ടേക്ക്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് അങ്ങോട്ടേക്ക് വെക്കാം ഗൈസ്. സൈഡൊക്കെ നോക്കി മെല്ലനെ വെക്കാം ഗൈസ്. അപ്പോൾ തട്ടാതെ മുട്ടാതെ ഇവിടെ കുറച്ച് ഇടുങ്ങിയ ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ നോക്കി കണ്ടൊക്കെ എടുത്തില്ലെങ്കിൽ നമ്മുടെ ചേസിന് പണി കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് നല്ലനെ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടേക്ക് ആക്കിയിട്ട് എടുക്കാം. അവിടെ എന്തോ ഉണ്ട് ഗൈസ്. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ടേക്ക് ആക്കിയിട്ട് എടുക്കുന്ന നേരെ ബാക്ക് വെക്കട്ടെ ഗൈസ്. ഞാൻ മിററൊക്കെ നോക്കി നമ്മൾ പാർക്ക് ചെയ്യാണ് ഗൈസ്. ഇത് കുറച്ചും കൂടി വെക്കട്ടേക്ക് വെക്കാം, കുറച്ചുകൂടി വെക്കാം ഗൈസ്. ഇത് ഗൈസ് നമുക്ക് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് പോയിക്കോളാനാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2 മാസം വെയിറ്റ് ചെയ്യണം ഗൈസ്. നമ്മുടെ ചെറുക്കന് കിടക്കണം. അപ്പോൾ 2 മാസം വെയിറ്റ് ചെയ്യണം ഗൈസ് നമ്മുടെ ചെറുക്കൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതിന് മുന്നേ നമ്മുടെ ചേസും കാര്യങ്ങളൊക്കെ ആക്കുന്ന വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കാം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും, നമ്മളെ പുതിയ ചെറുക്കൻ വരുന്നവരേക്കും എല്ലാവരോടും ബൈ ഗൈസ്. അപ്പോൾ